കളർകോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട കാറിന്റെ RC റദ്ദാക്കുമെന്ന് RTO AK ദിലു അറിയിച്ചു. കാറിന്റെ RC റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് RTO R രമണൻ ആലപ്പുഴ RTO ദിലുവിന് കത്ത് നൽകിയിരുന്നു. വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കേണ്ടത് ആലപ്പുഴ RTOയാണ്. കാർ വാടകയ്ക്ക് കൊടുത്തെന്ന് കണ്ടെത്തിയതിനാലും വിവിധ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് തെളിഞ്ഞതിനാലുമാണ് RC റദ്ദാക്കാൻ കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങളനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ RTO അറിയിച്ചു. വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന നിയമപ്രകാരം ഉടമയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് വിഭാഗം വെള്ളിയാഴ്ച കേസെടുത്തിരുന്നു. ഇതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശനിയാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ കാറിന്റെ ഉടമ ഷാമിൽ ഖാന് വിദ്യാർത്ഥികളുമായി ബന്ധമോ പരിചയമോ സൗഹൃദമോ ഇല്ലെന്ന് പണത്തിനാണ് കാർ നൽകിയതെന്നും അറിയിച്ചിരുന്നു. 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കളർകോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ തിങ്കളാഴ്ച മുതൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കും. ജനറൽ ആശുപത്രി ജംഗ്ഷന് മുതൽ കളർകോട് വരെയുള്ള ഭാഗം ബ്ലാക്ക് സ്പോട്ടിൽ അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടിയെപ്പറ്റി വിശദ റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നു. ആലപ്പുഴ RTO, നാഷണൽ സെക്ടർ RTO, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. അപകടം നടന്ന സ്ഥലത്ത് വെളിച്ചമില്ലാത്തതും റോഡിന് വീതിയില്ലാത്തതും റിപ്പോർട്ടിൽ പരാമർശിക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ റോഡരികിൽ മരം നിൽക്കുന്നതും അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. ജനങ്ങളുമായും ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും. കളർകോട് വാഹന അപകടത്തിൽ ഉടമയ്ക്ക് വിദ്യാർത്ഥികളുമായി ബന്ധമില്ല എന്ന് MVD പറഞ്ഞു. വാഹന ഉടമ വിദ്യാർത്ഥികൾക്ക് പണത്തിനാണ് വാഹനം നൽകിയതെന്നും ഇയാൾക്ക് വിദ്യാർത്ഥികളെ മുൻ പരിചയമില്ല എന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. തുടർ നടപടികൾ കോടതി നിർദ്ദേശിക്കും. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമയായിരുന്ന ഷമിൽ ഖാൻ വിദ്യാർത്ഥികളുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് വാഹനം കൊടുത്തു എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ റിപ്പോർട്ട് വന്നതോടെ ഇത് കള്ളമാണെന്ന് തെളിഞ്ഞു. വാഹനവുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ RC റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതേസമയം തിങ്കളാഴ്ച മുതൽ അപകടം നടന്ന മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തും. വെളിച്ചമില്ലാത്തതും റോഡിന് വീതിയില്ലാത്തതുമായ പ്രശ്നങ്ങൾ പരിശോധിച്ചാവും റിപ്പോർട്ട് നൽകുക. അതേസമയം വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആൽവിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം തലവടി പഞ്ചായത്ത് 8-ാം വാർഡിൽ കറുകപ്പറമ്പിൽ വീട്ടിൽ ഞായറാഴ്ച പകൽ 2:30 എത്തിച്ചിരുന്നു. നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം തിങ്കൾ രാവിലെ വിലാപയാത്രയായി ആൽവിൻ പഠിച്ച എടത്ത സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് എടത്ത സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം നടക്കും. എടത്ത പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജിന്റെ മകനാണ്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ ആദ്യവർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കഴിഞ്ഞ 2-നാണ് ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഗുരുതര പരിക്കേറ്റ ആൽവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ അപകടത്തിൽ മറ്റ് 5 വിദ്യാർത്ഥികൾ മരിച്ചു. 5 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കളർകോട് വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ സഹായധനം നൽകണമെന്ന് KC വേണുഗോപാൽ MP അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം. മെഡിക്കൽ വിദ്യാർത്ഥികളെ ആണെന്നതുകൊണ്ട് അവരെല്ലാം സമ്പന്നരാണെന്ന് കരുതരുതെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.